എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച ശരിക്കും പറഞ്ഞാൽ നമ്മൾ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നിരുന്നാലും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങണമെന്നാണ് ആഗ്രഹം. ഈ സംഭവം നടന്ന അന്ന് മുതൽ ശ്രീ MK രാഘവൻ സാറ്, AK അഷ്റഫ് MLA, ശ്രീ KC വേണുഗോപാൽ, അതുപോലെ തന്നെ സതീഷ് സേൽ MLA, കാർവാർ MLA സതീഷ് സേൽ, പിന്നെ മറ്റ് MLA മാർ, പിന്നെ കേരള ചീഫ് മിനിസ്റ്റർ ശ്രീ പിണറായി വിജയൻ, അതുപോലെ തന്നെ കർണാടക ചീഫ് മിനിസ്റ്റർ സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, മറ്റ് മന്ത്രിമാർ, MP മാർ, കേരളത്തിൽ നിന്നുള്ള മറ്റ് ജനപ്രതിനിധികൾ, പൊതുസമൂഹം, അതിലുപരി ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ കൂടെ നിന്ന മാധ്യമ സുഹൃത്തുക്കൾ, അതുപോലെ തന്നെ ഈശ്വർ മാൽപേ സംഘം, മറ്റ് മുങ്ങൽ വിദഗ്ധർ, നേവി, SDRF, NDRF, കർണാടക പോലീസ്, പിന്നെ മനാഫ്ക, മുബീൻക, ഇവരെല്ലാം നമ്മൾ ഒരുമിച്ച് കൂടെ നിന്ന് മുന്നോട്ട് നീങ്ങിയത് കൊണ്ടാണ് ഈ ഒരു കാര്യം നമുക്ക് അസാധ്യമെന്നൊരു കാര്യം നമ്മൾ സാധിച്ചെടുത്തത്. തീർച്ചയായിട്ടും നമുക്ക് ഓരോ ഘട്ടമായിട്ട് തന്നെയായിരുന്നു അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ നടന്നത്. ഒന്നാം ഘട്ട തെരച്ചിലിൽ ജൂലൈ 16-നാണ് നമുക്ക് ഈ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്നതും അർജുനെ അവിടെ നഷ്ടപ്പെടുന്നതും. അന്ന് വൈകിട്ടോടെ അല്ലെങ്കിൽ അന്ന് അർദ്ധരാത്രിയോടെയാണ് ഞാനും അർജുൻ്റെ ഇളയ സഹോദരനായ അഭിജിത്തും അർജുൻ്റെ കസിനായ പ്രസാദും കൂടി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കയറി പോകുന്നത്. വളരെ വൈകാരികമായിട്ടുള്ളൊരു നിമിഷമായിരുന്നു അന്നത്തെ ആ ദിവസങ്ങൾ. എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ പ്രകാരം, അന്ന് കിട്ടിയ പ്രാഥമിക ഇൻഫർമേഷൻ, അർജുൻ ആ ലാൻഡ് സ്ലൈഡിൽ പെട്ടു. ലോറി നമുക്ക് കിട്ടിയിട്ടുണ്ട്, പക്ഷേ അർജുനെ കിട്ടിയിട്ടില്ല എന്നൊരു പ്രാഥമിക വിവരമായിരുന്നു അന്ന് ഞങ്ങൾക്ക് ലഭിച്ചിരുന്നത്. വളരെ അന്ന് അത് വിളിക്കുമ്പോൾ എൻ്റെ ഭാര്യ അഞ്ജു എൻ്റെ കൂടെ ഉണ്ട്. അതിവൈകാരികമായൊരു നിമിഷമായിരുന്നു അന്ന്. എന്തൊക്കെയോ ഞങ്ങൾ കൈ കിട്ടി എൻ്റെ ഡ്രസ്സ് എടുത്ത് അവൾ ബാഗ് എടുത്തു തന്നു. 5-10 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ ഇറങ്ങി. കരഞ്ഞിട്ടുകൊണ്ടാണ് ഞാനിത് അന്ന് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരുന്നത്. അപ്പോൾ ഇവിടെ പോകുമ്പോൾ ഞങ്ങൾ കസിനെയും കൂട്ടി അഭിജിത്ത് അവിടെ എത്തുകയും ചെയ്തു. അങ്ങനെ ആ ദിവസം നമുക്ക് അറിയാവുന്നത് പോലെ അവിടെ തിരച്ചിലുകളിലെ അനാസ്ഥകളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഒരുപാട് കാര്യങ്ങൾ അന്ന് നടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ തിരച്ചിൽ ഒരുപാട് പിന്നെ നാടകീയ രംഗങ്ങൾ, സംഘർഷങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ, ദുരിതങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ തിരച്ചിൽ അവസാനിക്കുന്നത് നമ്മൾ എല്ലാവർക്കും അറിയുന്നത് പോലെ അർജുൻ്റെ വാഹനം വെള്ളത്തിൽ ആണ് അല്ലെങ്കിൽ പുഴയിലാണ് എന്ന കർണാടകയുടെ ഔദ്യോഗികമായിട്ടുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ ആ തിരച്ചിൽ അവസാനിക്കുന്നത്. അന്ന് പറഞ്ഞിരുന്നത്, സതീഷ് സേൽ MLA പറഞ്ഞിരുന്നത്, നമ്മൾ ഡ്രഡ്ജർ കൊണ്ടുവന്നിട്ടുള്ളൊരു തിരച്ചിൽ മാത്രമേ ഇനി സാധ്യമാകൂ എന്ന ഒരു അടിസ്ഥാന വിവരത്തിൻ്റെ പുറത്താണ് നമ്മൾ അന്ന് തിരച്ചിൽ അവസാനം 4 ദിവസത്തിന് ശേഷമേ ഇനി തിരച്ചിൽ പുനരാരംഭിക്കൂ എന്ന ഒരു വിവരത്തിന്മേലാണ് നമ്മൾ അന്ന് പിരിഞ്ഞു വരുന്നത്.